ക്ലാസ് ഗണിതത്തിലെ 6ാമത്തെ യൂണിറ്റായ അംശബന്ധം എന്ന പാഠഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ പേജ് നമ്പർ 91 ഡിവിഷൻ പ്രോബ്ലം. 600 men and 400 women are members of a cooperative society. A working committee of 30 members is to be formed. The number of men and women in the committee should be in the same ratio as the number of men and women in the society. How many men and how many women should be there in the committee? ഒരു സൊസൈറ്റിയിൽ 600 പുരുഷന്മാരും 400 സ്ത്രീകളും അംഗങ്ങളാണ്. ഇവരിൽ നിന്ന് 30 പേരുടെ പ്രവർത്തക സമിതി ഉണ്ടാക്കണം. അതിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം സംഘത്തിലേതു തന്നെ ആയിരിക്കണം. പ്രവർത്തക സമിതിയിൽ എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും ഉണ്ടായിരിക്കണം? 600 men and 400 women are members of a cooperative society. ഒരു സൊസൈറ്റിയിൽ 600 പുരുഷന്മാരും 400 സ്ത്രീകളും അംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ആദ്യം പുരുഷന്മാരുടെ എണ്ണം എഴുതണം. അതിന് നമ്പർ ഓഫ് മെൻ equal to 600. ഒരു സൊസൈറ്റിയിൽ 600 പുരുഷന്മാരും 400 സ്ത്രീകളും അംഗങ്ങളാണ്. അപ്പോൾ നമ്പർ ഓഫ് മെൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം സമം 600. ഇനി തന്നിരിക്കുന്നത് സ്ത്രീകളുടെ എണ്ണമാണ്. അപ്പോൾ നമ്പർ ഓഫ് വിമൻ 400 400. സ്ത്രീകളുടെ എണ്ണം ഇനി നമുക്ക് ഇവർ രണ്ടുപേരുടെയും എണ്ണത്തെ നമ്മൾ അംശബന്ധത്തിൽ കൊണ്ടുവരണം. അതിനായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് റേഷ്യോ ഓഫ് മെൻ ആൻഡ് വിമൻ. റേഷ്യോ ഓഫ് മെൻ ആൻഡ് വിമൻ ഈക്വൽ ടു പുരുഷന്മാരുടെ എണ്ണം ആദ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ എണ്ണം തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 600 ആദ്യം എഴുതും ഈസ് ടു 400. പുരുഷന്മാരും സ്ത്രീകളുടെയും അംശബന്ധം ഈക്വൽ ടു 600 അംശബന്ധം 400. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അംശബന്ധത്തെ, ഈ തന്നിരിക്കുന്ന 600:400 എന്ന ഈ അംശബന്ധത്തെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ച് എഴുതണം. അപ്പോൾ റേഷ്യോ ഇസ് ഈക്വൽ ടു റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം സമം അറുന്നൂറ് ഈസ്റ്റു 400. ഇതിനെ ഏറ്റവും ചെറിയ രീതിയിൽ കൊണ്ടുവരുന്നതിന് ഈ രണ്ട് സംഖ്യയിലും അടങ്ങുന്ന
ഒരു സംഖ്യ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടിനും 600, 400, 100 പൊതുവായിട്ട് വരുന്ന പൊതുഘടകമായതുകൊണ്ട് നമുക്കിതിനെ രണ്ടിനെയും 100 കൊണ്ട് ഹരിച്ചതിന് ശേഷം ഏറ്റവും ലഘു രൂപത്തിൽ എഴുതുമ്പോൾ 6:4 എന്ന് കിട്ടും. അപ്പോൾ 6:4നെ നമ്മളിത് കുറച്ചുകൂടി ചെറുതാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ചെറിയ രൂപം പിന്നെയും കിട്ടുന്നതാണ്. അപ്പോൾ 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടുന്നു, 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടുന്നു. ഇങ്ങനെ ഏറ്റവും ചെറിയ അംശബന്ധത്തിൽ നമ്മൾ 600നെയും 400നെയും ക്രമീകരിച്ച് എഴുതി. A working committee of 30 members is to be formed. ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും അവരുടെ എണ്ണങ്ങളിൽ നിന്നും 30 പേരുടെ ഒരു പ്രവർത്തക സമിതി ഉണ്ടാക്കണം. അതിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം സംഘത്തിലേതു തന്നെ ആയിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്ന വ്യവസ്ഥ. ആകെയുള്ള 600, 400 ഈ അംശബന്ധത്തിന് അടിസ്ഥാനമാക്കി 30 മെമ്പേഴ്സിനെ ഈ കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണം 600 എന്ന പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ 30-ൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പുരുഷന്മാരായിരിക്കണം. 400 മാത്രമേ സ്ത്രീകളുള്ളൂ. അപ്പോൾ 30-ൽ എത്ര പേര് 400-ൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 റേഷ്യോ നമ്മളിങ്ങനെ സിമ്പിൾ റേഷ്യോ ആയിട്ട് 3:2 കിട്ടി. ആ സംഖ്യയുടെ സമ്മ് കാണണം. സം ഓഫ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധങ്ങളുടെ തുക. മൂന്നും 2, 3 + 2 = 4. 5. 3 + 2 = 5 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ മെന്നിൻ്റെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതേണ്ടത് മെൻ ഈസ്, പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 5ൻ്റെ 3 ഭാഗമാണ്. 30-ൽ 5ൻ്റെ 3 ഭാഗമാണ്. അപ്പം മെൻ ഈസ് 3/5 പാർട്ട് ഓഫ് 30. അത് തന്നിട്ടുണ്ട്. 30 പേരുടെ എണ്ണമാണ് അവിടെ തന്നിരിക്കുന്നത്. അതിൽ 3 ആയിരിക്കണം മെന്നിൻ്റേത്. അവിടെ തന്നിരിക്കുന്ന ഈ റേഷ്യോയിൽ വരുന്ന ഈ 3 എന്ന സംഖ്യയിൽ നിന്ന് നമ്മൾ ഈ 600നെ 3 ആക്കി ചുരുക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 5-ൽ 3, 30-ൽ 5-ൽ 3 എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം 3/5 × 30. 30ൻ്റെ 5-ൽ 3 കാണണം. 30ൻ്റെ 5-ൽ 3 എന്ന് പറയുന്നത് 5 30-ൽ എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കണം. 5 6 ടൈംസ് 6 × 3 = 18. 18 എന്ന് കിട്ടുന്നു. മലയാളത്തിലാണെങ്കിൽ മുപ്പതിൻ്റെ 5-ൽ 3 ഭാഗം പുരുഷന്മാർ സമം 3/5 × 30. 6 കിട്ടും. 5 30-ൽ 6 തവണയാണ് അടങ്ങുന്നു. അപ്പോൾ 6നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 3 18. ഇനി ഇതുപോലെ തന്നെ വിമനിൻ്റെ എണ്ണയും സ്ത്രീകളുടെ എണ്ണവും കണ്ടുപിടിക്കണം. അപ്പം വിമൻ ഈസ്
വിമൻ നമ്മളിവിടെ കണക്കാക്കി വെച്ചിരിക്കുന്നത് 400-നെ 2 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5/2 ഭാഗം 2/5 പാർട്ട് ഓഫ് 30 ഈക്വൽ ടു 2/5 ഇൻറ്റു 30. 5ൻ്റെ മൾട്ടിപ്പിൾ 30യിൽ 6 ടൈംസ് 6 ഇൻറ്റു 2 12. മലയാളത്തിൽ എഴുതുമ്പോൾ 30ൻ്റെ 5/2 ഭാഗം സ്ത്രീകൾ സമം 5/2 ഗുണനം 30. 5 3യിൽ 30യിൽ 6 ടൈംസ് 6 ഇൻറ്റു 2 12. ഇനി നമ്മൾ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റാണോ എന്നറിയുന്നതിന് പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും കൂടി കൂട്ടുമ്പോൾ ഈ 30 ഈ 30-നെയാണ് നമ്മൾ അംശബന്ധത്തിനനുസരിച്ച് ക്രിയ ചെയ്ത് 18ഉം 12ഉം ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 18 + 12 അല്ലെങ്കിൽ 18 + 12 = 30. അപ്പോൾ how many men and how many women should be there in the committee എന്നാണ് ചോദ്യം. എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളുമാണ് ഈ കമ്മിറ്റിയിൽ വരുന്നത്? പുരുഷന്മാരുടെ എണ്ണം 18ഉം സ്ത്രീകളുടെ എണ്ണം 12ഉം ആകുമ്പോൾ രണ്ടും കൂടി കൂട്ടി നമുക്ക് 30 കിട്ടും. പേജ് നമ്പർ 92. The school needs a vegetable garden. A rectangular plot is to be roped off for this. The length of the rope is 32 meters. They decided to have width and length in the ratio 3:5. What should be the width and length? The length of the rope is 32 meters, so the perimeter of the rectangle is also 32 meters. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം കയർ കെട്ടിത്തിരിക്കണം. കയറിൻ്റെ നീളം 32 മീറ്റർ. വീതിയും നീളവും 3:5 എന്ന അംശബന്ധത്തിലായിരിക്കണം എന്നാണ് തീരുമാനം. വീതിയും നീളവും എത്ര മീറ്റർ വീതം ആയിരിക്കണം? ദി സ്കൂൾ നീഡ്സ് എ വെജിറ്റബിൾ ഗാർഡൻ. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എ റെക്റ്റാങ്കുലർ പ്ലോട്ട് ഈസ് ടു ബി റോപ്ഡ് ഓഫ് ദിസ്. ഇതിനായിട്ട് ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം കയറ് കെട്ടി തിരിക്കണം. ദ ലെങ്ത് ഓഫ് റോപ്പ് ഈസ് 32 മീറ്റർ. ഇതിൽ ചതുരാകൃതിയിലുള്ള ഒരു പച്ചക്കറിത്തോട്ടത്തിനായി വേണ്ടിയുള്ള സ്ഥലം 32 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കണം. ലെങ്ത് ഓഫ് റോപ്പ് അല്ലെങ്കിൽ കയറിൻ്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 32 മീറ്റർ. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. വീതി 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളം 5 സെൻറ്റിമീറ്ററിൽ എടുക്കണം. അതാണ് വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. They decided to have width and length in the ratio 3:5. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നീളവും വീതിയും ആയിട്ടുള്ള ഒരു പച്ചക്കറിത്തോട്ടത്തിന് ആകെ തന്നിരിക്കുന്ന കയറിൻ്റെ നീളം 32 മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് റോപ്പ് അല്ലെങ്കിൽ കയറിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ ചുറ്റളവായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. അതായത് ചതുരത്തിൻ്റെ ചുറ്റളവാണ് ഇവിടെ കയറിൻ്റെ നീളമായിട്ട് തന്നിരിക്കുന്നത്.
അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് സമം നമുക്ക് 32 മീറ്റർ 32 മീറ്റർ എന്ന് എഴുതാം. ഇനി ചുറ്റളവ് കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത് 2 × L + W അല്ലെങ്കിൽ 2 × ലെങ്ത് + വിഡ്ത്ത് അല്ലെങ്കിൽ 2 × നീളം അധികം വീതി എന്നതാണ് ചുറ്റളവ്. രണ്ട് നീളവും രണ്ട് വീതിയും ചേരുമ്പോഴാണ് ചുറ്റളവ് കിട്ടുന്നത്. അപ്പോൾ 2 × നീളം അധികം വീതി സമം 32 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിൽ നിന്ന് നീളവും വീതിയും കണ്ടുപിടിക്കാവുന്നതാണ്. രണ്ട് നീളത്തിൽ നിന്നും രണ്ട് വീതിയിൽ നിന്നും ഒരു നീളവും വീതിയും കണ്ടുപിടിക്കുന്നതിന് ഈ 2 കൊണ്ട് 32നെ ഹരിക്കണം. 32 × 2 സമം 16 മീറ്റർ. ഈ രണ്ട് നീളവും വീതിയിൽ നിന്നും നമുക്ക് ഒരു നീളവും വീതിയും കിട്ടി. ഇനി നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ഇവിടെ തന്നിട്ടുണ്ട് 3:5. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് തന്നിരിക്കുന്ന അംശബന്ധത്തിൽ വീതിയും നീളവും, അതിൽ വീതി 3ഉം നീളം 5. ഏതിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? 3:5 എന്ന അംശബന്ധത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പം വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള അംശബന്ധം ഇവിടെ നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം അവയുടെ സമ്മാണ് എഴുതുന്നത് 8 എന്ന് നമുക്ക് കിട്ടി. ഇനി വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിളിൻ്റെ വീതി, ഇവിടെ വീതിയെ സൂചിപ്പിക്കുന്നത് 3ഉം നീളത്തെ സൂചിപ്പിക്കുന്നത് 5ഉം. ഇതിൽ നിന്നും 8ൽ 3 ഭാഗം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വീതി കിട്ടും. 8ൽ 3 ഏതിൻ്റെ 8ൽ 3 കാണണം? ഈ 16 മീറ്ററിൻ്റെ 8ൽ 3 കാണണം. 16 എങ്ങനെ കിട്ടി? 32ൽ നിന്ന് നമ്മൾ 2 നീളവും വീതിയും കൊണ്ട് ഹരിച്ചു. 2 നീളവും വീതിയും കൊണ്ട് ഹരിക്കുമ്പം 1 നീളവും വീതിയും കിട്ടി. ആ 1 നീളവും വീതിയിൽ നിന്ന് നമ്മൾ 3/8 of 16 വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ 3 ആണ് വീതിയെ സൂചിപ്പിക്കുന്ന അംശബന്ധം. അപ്പോൾ അതിനെ തങ്ങളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 16ൽ 2 പ്രാവശ്യം ആടും. അതുകൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 2 6 cm എന്ന് വീതി കിട്ടി. ഇനി ചതുരത്തിൻ്റെ നീളം കണ്ടുപിടിക്കുന്നതിന് ഈ സം ഓഫ് ദി റേഷ്യോയിൽ നിന്ന് അതിൻ്റെ 5 നീളമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 5/8 ഓഫ് 16 16ൻ്റെ 8ൽ 5 കണ്ടുപിടിക്കണം. അപ്പോൾ 8ൽ 5 കണ്ടുപിടിക്കുന്നതിന് 2 പ്രാവശ്യം 2 10 സെൻറ്റിമീറ്റർ 1 മീറ്റർ 10 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ടോട്ടലായിട്ടുള്ളത് നീളം 10 മീറ്ററും വീതി 6 മീറ്ററും കിട്ടി. അങ്ങനെ 10ഉം 6ഉം 16 വന്നു. 16 2 പ്രാവശ്യം ആകുമ്പോൾ 32 കിട്ടി. അപ്പോൾ ഈ ചതുരം വരച്ച് നമുക്ക് നോക്കാം. ചതുരത്തിൽ നീളം നമുക്ക് കിട്ടിയ ഉത്തരം നീളം 6 സെൻറ്റിമീറ്റർ, നീളം 10 സെൻറ്റിമീറ്റർ, വീതി 6 സെൻറ്റിമീറ്റർ, 10 cm, 6 cm, 10ഉം 10ഉം 20, 20 6 26ഉം 6 32. അപ്പോൾ നമുക്ക് 32